ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസം ഫുള്ളായിട്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു പകുതിയൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു ഉച്ച വരെയുള്ള സംഭവങ്ങളൊക്കെ ഈ വീഡിയോയിലുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീച്ച് ദോശ ഇടുന്ന പരിപാടിയിലായിരുന്നു. അപ്പോൾ മമ്മിയൊക്കെ തൊഴിലുറപ്പിന് പോയി കേട്ടോ. അപ്പോൾ മമ്മിയൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ. മമ്മി പോകുന്നതിൻ്റെ മുന്നേ മമ്മിക്കുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ പോയത്. ദോശയെല്ലാം ചുട്ടു കൊടുത്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പപ്പയ്ക്ക് ചൂടോടെ തന്നെ ഒരു ദോശ ചുട്ടു കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പപ്പയ്ക്കാണ് കേട്ടോ ദോശ ചുട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ പപ്പ പുറത്തെങ്ങാണ്ടായിരുന്നു. അപ്പോൾ വിളിച്ചപ്പോൾ പപ്പ വന്നു കേട്ടോ. അതിനുശേഷം പപ്പയ്ക്ക് വേണ്ടിയിട്ട് ചൂടോടെ തന്നെ അടുപ്പത്തിൽ നിന്ന് തന്നെ ചുട്ടു അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ സാധാരണ ചെയ്യാറ്. പപ്പയ്ക്ക് ഇവിടുത്തെ പപ്പ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പട്ടാളക്കാരനായതുകൊണ്ട് എന്നും എല്ലാ സാധനവും ചൂടോടെ കിട്ടിയാലേ കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ചൂടോടെ തന്നെ കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിരുന്നു കേട്ടോ. പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകും. ഇത് ഡേ ഇൻ മൈ ലൈഫാണ്, വീഡിയോ എല്ലാം കാണിക്കണം എന്നുള്ള കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നൊരു കാര്യം കേട്ടോ. അതാണ് വീഡിയോ എടുക്കാൻ പറ്റാതെ. അപ്പോഴാണ് അടുപ്പ് കത്തിക്കുമ്പോൾ ഓർമ്മ വന്നത്. അപ്പോൾ പിന്നെ ഓടിപ്പോയി വീഡിയോ എടുക്കുകയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ചുള്ളിയും കുറച്ച് ഇതൊക്കെ വെച്ച് പേപ്പറൊക്കെ വെച്ച് ഏകദേശമൊക്കെ ഒന്ന് അടുപ്പ് കത്തി പിടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ അരിയൊക്കെ ഇട്ടു. പിന്നെ നാളത്തേക്കുള്ള ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള പച്ചരി വെള്ളത്തിലിടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഇതെടുത്തുകൊണ്ടിരുന്നത്. അതിനുശേഷം നമ്മളിതാ ഉച്ചത്തേക്കുള്ള കറിക്കുള്ള പരിപാടിയാണ് നോക്കുന്നത്. ഇവിടുത്തെ പാപ്പയ്ക്ക് മുരിങ്ങാക്കോലിൻ്റെ കറി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കുറേ മുരിങ്ങാക്കോല് മേടിച്ച് വെച്ചുകൊണ്ട് അത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുരിങ്ങാക്കോലും തക്കാളിയും പരിപ്പും ഒക്കെ ഇട്ട് ഒരു കറി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഒന്ന് അലക്കാനുണ്ടായിരുന്നു. കുറച്ച് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആദ്യം തന്നെ വാഷിംഗ് മെഷീനിലേക്ക് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം കുറച്ച് വെള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു. വെള്ള ഡ്രസ്സ് നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അത് മാത്രം ഒന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് സോപ്പ് പൊടിയിൽ മുക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും കൂടി ഇടാറില്ല. ഞങ്ങൾ വീട്ടിലിടുന്ന ഡ്രസ്സ് മാത്രമേ വാഷിംഗ് മെഷീനിൽ ഇടാറുള്ളൂ കേട്ടോ. അപ്പോൾ അതിനുശേഷം വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് നേരെ വന്ന് തേങ്ങ ചിരകുകയാണ് കേട്ടോ ചെയ്തത്. കറിക്കുള്ള തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയൊക്കെ ചിരകി. ഇതിൻ്റെ ഇടയിൽ ഇച്ചാൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് വീഡിയോ എടുത്ത് തരുന്നതിന്. അപ്പോൾ ഞാനും എന്തൊക്കെയോ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്ന് തേങ്ങ ചിരകുന്നതാണ് കേട്ടോ. അതിനുശേഷം കറിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറിയൊക്കെ നോക്കി. എൻ്റെ ഉപ്പ് സ്പെഷ്യലിസ്റ്റാണ് കേട്ടോ ഇച്ചാൻ. എനിക്ക് ഉപ്പ് നോക്കാൻ കാര്യമായിട്ടൊന്നും അറിയില്ല. ഞാനെല്ലാം ഇച്ചാനെ കൊണ്ടാണ് ഉപ്പ് നോക്കിപ്പിക്കാറ് കേട്ടോ. അതിനുശേഷം കുറച്ച് പാത്രമൊക്കെ കഴുകാണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി. പിന്നെ നോക്കിയിട്ട തുണികളുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി വെച്ചു കേട്ടോ. ഇന്നത്തെ ഉച്ച വരെയുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.